Lent 2026. മഹാകാരുണ്യവാനായ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മനുഷ്യവർഗത്തിൻ്റെ പാപം ക്ഷമിക്കുവാൻ സാധിക്കുമായിരുന്നില്ലേ എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. അവർ ദൈവത്തെ രക്തദാഹിയോ പ്രതികാരമൂർത്തിയോ ഒക്കെയായി കാണുന്നു. എന്നാൽ സത്യം അതല്ലല്ലോ. കർമ്മവും ഫലവും വേർപിരിക്കാനാവാത്ത വിധം ഒന്നു ചേർന്നിരിക്കുന്നതുവെന്നത് പ്രകൃതിയുടെ നിയമമാണ്. പാപമാണ് പ്രായശ്ചിത്തത്തെ അനിവാര്യമാക്കി തീർക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യർക്കും വേണ്ടി അവനെ ബലിയർപ്പിച്ചതിൽ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് നാം കാണുന്നത്. മനുഷ്യപാപവും ദൈവസ്നേഹവും അന്യോന്യം ഏറ്റുമുട്ടിയ ഒരു അപൂർവ ദൃശ്യമാണ് ക്രൂശിൽ നാം കാണുന്നത്. ഈ ദിവ്യസ്നേഹത്തിൻ്റെ മഹാപ്രവാഹത്തിൽ പാപത്തിൻ്റെ മ്ലേച്ഛതകളും ഭയങ്കരത്വവും എല്ലാം ഒഴുകി അകലുന്നു. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. 1 പത്രോസ് 4:8 പറഞ്ഞു തരുന്നത് പോലെ നമുക്കായി സ്വന്തമായി ഒഴുക്കിയ സജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം നിരന്തരം ധ്യാനിക്കുക. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.